ഞാൻ 20 കൊല്ലം മുന്നേ എൻ്റെ പേരിൽ 100% ഓണർഷിപ്പിൽ ബിസിനസ് തുടങ്ങിയ ആളാണ്. ശരിക്കും സൗദിയിലെ മാറ്റങ്ങൾ കൺമുമ്പിൽ കണ്ട ഒരാളാണ് നമ്മൾ. നമുക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടോ? സൗദിയെക്കുറിച്ച് പറയുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു നെഗറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പം മലയാളി ബിസിനസ്സുകാർക്ക് ഉപകരിക്കുന്ന ഒരു ഇടമാകും എന്ന ചോദ്യം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് എന്താണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഒരു ഫോറിനർ സൗദിയിലേക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് തിങ്ക് ചെയ്ത് വരുന്നത് മുതൽ അതൊരു ഫൈൻ പ്രൊഡക്റ്റായി അവരെ ബിസിനസ് പ്രോപ്പർ ചെയ്യുന്നവരെയുള്ള ആ തോട്ടിനെ ഡെവലപ്പ് ചെയ്തൊരു ബിസിനസ്സാക്കി മാറ്റി അയാൾക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന എല്ലാ സർവീസും അറബ് കൺസൾട്ട് ഹൗസ്, അതായത് ACH എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കമ്പനി ചെയ്യുന്നുണ്ട്. പല തലങ്ങളിലുള്ള വ്യക്തികളുമായിട്ടുള്ള തുറന്ന സംവാദം വൺ സ്റ്റോറി തുടരുകയാണ്. ഇത്തവണ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് നമുക്കൊപ്പമുള്ളത്. നജീബ് മുസ്ലിയാരകത്ത് സൗദിയിലെ അറിയപ്പെടുന്ന ബിസിനസ് കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ സൗദി വലിയ മാറ്റങ്ങളെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. നിരവധി പേർ UAE ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ സൗദിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സൗദിയെ വലിയൊരു അട്രാക്റ്റീവ് സ്വഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നജീബ്, സ്വാഗതം വൺ സ്റ്റോറിയിലേക്ക്. താങ്ക് യു. നജീബ് കൊടിയത്തൂരിൽ നിന്നാണ് വരുന്നത്. ഏതാണ്ട് ഇപ്പോൾ 29 കൊല്ലമായിട്ട് സൗദി അറേബ്യയിലുണ്ട്. സൗദി അറേബ്യയിലെ എല്ലാ പൾസും ഏതാണ്ട് ഈ 3 പതിറ്റാണ്ടിനിടയിൽ കാണുക മാത്രമല്ല പരമാവധി ഇടപെടലും നജീബ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയയിലൂടെയും മറ്റൊക്കെ പിന്നെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ ചോദ്യം ഈ യാത്രയുടെ തുടക്കത്തെക്കുറിച്ചാണ്. ആദ്യം വന്നത് സൗദി ടെലികോമിലേക്കായിരുന്നു. ആ യാത്ര എങ്ങനെയാണ് തുടങ്ങിയത്? നാട്ടിൽ നിന്ന് ഈ സ്വഭാവത്തിലേക്ക് സൗദി തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു ഒന്ന് കാരണം? സൗദി തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ ശരിക്ക് അത് തീർത്തും യാദൃച്ഛികമായിരുന്നു. ഒരു നോമ്പ് കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ്. അയാൾ ആ ഇൻ്റർവ്യൂവിൽ ഫെയിലായപ്പം നമ്മൾ കോഴിക്കോട്ടുകാരെ ഭാഷയിൽ എന്നാൽ ഞാനൊന്ന് കയറി നോക്കട്ടെ എന്നുള്ള രീതിയിൽ കയറിയിട്ട് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് ആ റമദാൻ കഴിഞ്ഞ സമയത്ത് തന്നെ വിത്ത് വെരി ഷോർട്ട് സ്പാനിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നല്ല രീതിയിൽ തിരിഞ്ഞു കളിച്ച് നടക്കുന്ന സമയത്ത് മറ്റൊന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സൗദിയെക്കുറിച്ച് പഠിക്കാനോ സൗദിയിൽ എത്രയാണ് സാധാരണ ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പോലും അറിയാതെ വളരെ ഷോർട്ട് സ്പാനിൽ അവർ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി പോകേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യാദൃശ്ചികമായ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് സൗദിയിൽ എത്തിപ്പെട്ട ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് പഠനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞു, നാട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് നമ്മളെ വളരെ റിലാക്സ് ആയിട്ട് ജോലി ചെയ്ത് നടക്കുന്നൊരു കാലം എന്ന് പറയില്ലേ, നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ നടക്കുന്ന ഒരു കാലത്താണ് ശരിക്കും ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സൗദിയിലേക്ക് വരുന്നത്. സൗദിയിലെത്തിയത് ഞാൻ സൗദി ടെലികോമിലായിരുന്നു. സൗദി ടെലികോമിലെത്തിയതിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ റിയാദിലേക്ക് വന്ന് എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഫസ്റ്റ് എനിക്ക് ജോലി അസൈൻ ചെയ്യുന്നത് അവർ മക്ക റീജിയനിലായിരുന്നു, മക്കത്തേക്കായിരുന്നു. ആ ഇയറിൽ തന്നെ എൻ്റെ ഉമ്മയും ഹജ്ജിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മയുടെ കൂടെ, ഞാൻ സൗദിയിലെത്തി 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉമ്മയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റി. അതൊരു എന്താ പറയുക, അന്ന് പിന്നെ വളരെ നല്ല ജോലിയായിരുന്നു. നല്ല ജോലി മീൻസ് നല്ല സാലറി ഒന്നും ഉണ്ടായിട്ടല്ല, വളരെ ചെറിയ സാലറി ആയിരുന്നു. പക്ഷേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു ഒരുപാട്. രാവിലെ 8 മണി മുതൽ ഒരു 2, 2:30, 3 മണിയാകുമ്പോഴത്തേക്ക് ജോലി തീരും. സൗദി ടെലികോമിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ അന്നത്തെ കാലത്ത് ഉദ്യോഗസ്ഥരായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു സൗദി ടെലികോം. പിന്നെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ എന്ത് റിലേറ്റഡ് സാധനവും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു വേദി കൂടിയായിരുന്നത്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കുടുംബപരമായിട്ട് നജീബിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ബിസിനസ്സിനോടൊക്കെ ഉള്ള താല്പര്യമുള്ള ഒരു കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ട്. കാരണം ബ്രദറിനൊക്കെ അത്രയും നമുക്ക് അടുത്തറിയാം. അപ്പോൾ ആ കുടുംബപരമായിട്ടുള്ള ബിസിനസ് താല്പര്യം വിട്ടുകൊണ്ടാണ് ഒരു കമ്പനിയുടെ ഒരു ജീവനക്കാരനായിട്ടൊന്ന് വരുന്നത്. അത് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് സത്യത്തിൽ ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഒരു കൺട്രോൾ ടെക്നീഷ്യൻ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പോയി നോക്കാമെന്ന് ഉപ്പയുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ കൊടുത്താൽ മതി, വിസക്ക് വേറെ ഫീസും ചാർജൊന്നുമില്ല, എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഉപ്പയും വിട്ടു. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര കൊല്ലത്തെ എഗ്രിമെൻറ്റ് എഴുതിയെന്ന് വരെ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ 3 കൊല്ലത്തെ എഗ്രിമെൻറ്റാണ് സൈൻ ചെയ്തതെന്നുള്ളത് ഞാൻ സൗദിയിൽ എത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതെനിക്കൊരു ബേർഡനായിട്ട് തോന്നില്ല. ഒന്ന്, എൻ്റെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഫാമിലിയാണ്.
അപ്പോൾ ഈ ഒരു ബ്ലഡ് ശരിക്കും ഒരു ബിസിനസ് ബ്ലഡാണ് നമ്മുടെ. അപ്പോൾ ഞാൻ ഈ സൗദി ടെലികോമിൽ ജോലി തുടങ്ങി ഒരു 2 കൊല്ലം 1.5 കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ പാരലലി ചില്ലറ കച്ചവടങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെറിയ പല ബിസിനസ്സിനും പാർട്ട് ടൈമായിട്ടും, കാരണം ഫ്രീ ടൈം ഉണ്ടായിരുന്നു ആവശ്യത്തിലധികം, അതുകൊണ്ട് പാർട്ട് ടൈമായിട്ട് പല ബിസിനസ്സുകളും പല കമ്പനികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു 3 കൊല്ലം ആയപ്പോഴത്തേക്ക് ഞാനൊരു ബിസിനസ്സുകാരനായി മാറി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തീർത്തും ബിസിനസ്സിലേക്ക് പോകണമെന്നായിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം എന്നുള്ള പ്രഷറൊക്കെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പോയി. ഒരു കറക്റ്റ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോയത്. ശരിക്കും അന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സെറ്റിൽഡ് ഫാമിലി ആയതുകൊണ്ട് എൻ്റെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ ഉപ്പ എനിക്ക് എന്ത് തന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ തന്ന ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. ആ ഒരു സെക്യൂർ ഹോം എന്ന് പറഞ്ഞൊരു സാധനം ഉപ്പ സെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റിയത്. റിസ്ക് എടുക്കാനുള്ളൊരു ആ ഒരു ധൈര്യം. പിന്നെ ബ്രദറാണെങ്കിലും അത് നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറഞ്ഞ് മുന്നോട്ടുള്ള പാതയിൽ ഒരു അഡ്വൈസറെ പോലെ ഓൾവേസ് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോഴും ബാക്കിയുള്ള എല്ലാവർക്കും കൺസൾട്ടൻസി കൊടുക്കുന്ന ആളാണെങ്കിലും എൻ്റെ കാര്യത്തിന് ഞാൻ പലപ്പോഴും അപ്പൂക്കൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു ധൈര്യം, ആ ഒരു സാധനമാണ് എന്നെ ബിസിനസ്സിലേക്ക് മാറ്റിയത് ശരിക്കും. അപ്പോൾ ആ സമയത്ത് ഏത് ബിസിനസ്സിനായിരുന്നു അന്നൊക്കെ ഊന്നൽ കൊടുത്തത്? ഞാൻ ഫസ്റ്റ് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഈ ഫയർ ഫൈറ്റിംഗ് ഫയർ അലാറത്തിൻ്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ. അത് ഈ സൗദി ടെലികോമിൽ നിന്ന് ഒരു സ്റ്റേജിൽ ഇറങ്ങി നാട്ടിൽ പോയി തിരിച്ച് വന്ന് ഈ ബിസിനസ്സാണ് ആദ്യം തുടങ്ങിയത്. ഓക്കെ. പക്ഷേ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാനിത് ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നു. അതിൽ ഉപ്പയുടെ മരണം സംഭവിച്ചു ഇൻ ബിറ്റ്വീന്. ആ സമയത്ത് കുറച്ച് കാലം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഫയർ ഫൈറ്റിംഗ് ഫയർ അലാറം എന്നുള്ളത്. അപ്പോൾ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഗ്രൗണ്ട് ശരിക്കും പഠിച്ചു, എന്താണ് പഠിച്ചു. പിന്നെ മക്കത്തായത് കാരണം അറബി പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ശരിക്കും അറബ്സിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ പറയുന്നുണ്ട് നല്ല ചോറ് കിട്ടണമെങ്കിൽ അറബി പറഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ അറബി പഠിച്ചേ പറ്റൂ. അപ്പോൾ അറബി ശരിക്കും മലയാളം പോലെ തന്നെ സംസാരിക്കാൻ പഠിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തൊക്കെ ഇപ്പോൾ മലബാറിൽ നിന്ന് ഒരുപാട് പേര് സൗദിയിലേക്ക് വന്നു. ഈ ഭാഷ അവരുടെ കയ്യിലുണ്ട്, അറബികളുമായിട്ട് ആത്മബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ മനുഷ്യരൊന്നും ഒരു പരിധിക്കപ്പുറം സ്വന്തം ഒരു ബിസിനസ്സിലേക്ക് വരികയോ അല്ലെങ്കിൽ ഉപജീവനം പോലും വഴിമുട്ടിയ അവസ്ഥയിലൊക്കെ ഇവർ തിരിച്ചു പോകുന്നത് അതെന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? അത് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം എന്നെയും പലപ്പോഴും അലട്ടിയ ചോദ്യം തന്നെയാണ്. ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോഴേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്ന് പലർക്കും ബാധ്യതകൾ കൂടുതലായതുകൊണ്ട് അവർ മിക്ക ആളുകളും നല്ല ബാധ്യതയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു സെക്കൻഡ് ചാൻസ് എടുക്കാനുള്ളൊരു ധൈര്യമില്ല. ഒന്നത്. രണ്ടാമത്തത്, ഇനിയിപ്പോൾ അങ്ങനെ ധൈര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, പിന്നെ ഈ പല സ്പോൺസർമാരും ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. ശരിക്കും സൗദിയിലെ ബിസിനസ്സുകാരെ എങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോൾ സൗദിയിലൊരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ദുബായിലൊരു ബിസിനസ് തുടങ്ങണം, ഞാൻ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ലാൻഡോ പ്രോപ്പർട്ടിയോ എന്തോ വിറ്റിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടോ റിയാലിലേക്കോ ദിർഹമിലേക്കോ മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് എത്ര ആൾക്കാരെ പഴയ തലമുറയിൽ നിങ്ങൾ കാണാൻ പറ്റും? എല്ലാവരും സീറോന്ന് വന്ന്, ഇൻക്ലൂഡ് മീ. ഞാൻ ഒരു റിയാലും സൗദിയിലേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല എൻ്റെ ബിസിനസ് തുടങ്ങിയത്. ക്യാപിറ്റലായിട്ട് വളരെ ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമ്മളൊരു കുറി വെക്കും. ഒരു 10-20 ആളെ 15 ആളെ കൂട്ടിയിട്ട് ഒരു കുറി വെക്കും. അപ്പോൾ ഒരു 20,000 കിട്ടി. ആ 20,000 ക്യാപിറ്റൽ വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയ മെജോറിറ്റി ഓഫ് ബിസിനസ് ഓണേഴ്സും പഴയ ജനറേഷൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എല്ലാവരും. നമ്മൾ ഈ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ റൂമിൽ താമസിച്ച് മാക്സിമം ടൈം ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഫാമിലിയുടെ കൂടെ നിൽക്കാതെ അതിനൊരു വിരോധാഭാസമായിരുന്നു ഞാനൊക്കെ. അതുമല്ല, സൗദിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന വളരെ കുറഞ്ഞ ഒരു മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ശമ്പളമായിരുന്നു. ഏതാണ്ട് ഇപ്പോഴും വലിയ മാറ്റം ചിലപ്പോൾ അതിലുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഈ മനുഷ്യരൊക്കെ നാട്ടിൽ അവരുടേതായിട്ടുള്ള ഉപജീവനം, അതായത് ഒരു കുടുംബം, ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അടുത്ത ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ട്. അത് എങ്ങനെ സൗദിയിലുള്ളവർക്ക് കഴിഞ്ഞു? അതേസമയം മറ്റ് പല GCCയിലുള്ളവർക്കും ഈ വിധാനത്തിലുള്ള സാലറിയും സൗകര്യവും ഉണ്ടായിട്ട് നടന്നിട്ടുമില്ല. അതിന് കാരണമുണ്ട്, അതിന് വ്യക്തമായ കാരണമുണ്ട്. സൗദിയിൽ ഇപ്പോൾ ഒരു ചെറിയ സിംഗിൾ റൂം ഗ്രോസറി നടത്തുന്ന ഒരാൾക്ക് നാട്ടിൽ വലിയ വീടും സെറ്റപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകൾ നമ്മുടെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇയാൾ ഇതാണോ ഇയാളെ ഷോപ്പ്, നാട്ടിൽ കണ്ടാൽ തോന്നൂലല്ലോ എന്ന്. റിയൽ അങ്ങനെ തന്നെ ചോദിച്ച ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു സിംഗിൾ റിയാൽ വേറെ അനാവശ്യമായിട്ട് ചിലവാക്കാൻ ഇയാൾക്ക് ടൈമില്ല. ഇന്ന് കിട്ടുന്ന ലാഭം അത് നാളെ രാവിലെ പല മാർഗത്തിൽ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് മെത്തേഡ്.
അവിടെ ലാൻഡ് വാങ്ങുന്നു, അവിടെ സൗദിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് ഈ കഴിഞ്ഞാൽ അസുഖാലുക്കളൊക്കെ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതോ അറബികളെ പറ്റിച്ചുകൊണ്ടായിരിക്കും. അല്ല, പറ്റിച്ച് പോയാലുണ്ട്, വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. മെജോറിറ്റി ആളുകളും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ. പക്ഷേ ആ ദുബായിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അതർ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരുന്നു. സൗദിയിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നില്ല. ഞാൻ 20 കൊല്ലം മുന്നേ എൻ്റെ പേരിൽ 100% ഓണർഷിപ്പിൽ ബിസിനസ് തുടങ്ങിയ ആളാണ്. അന്ന് മക്കത്തെ ആദ്യത്തെ ഇന്ത്യൻ ഇൻവെസ്റ്ററാണ് ഞാൻ. ഫസ്റ്റ് ഇന്ത്യൻ ഇൻവെസ്റ്ററാണ്. ആ സമയത്ത് ആളുകളൊക്കെ വണ്ടറായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു ഈ ID കാണുമ്പോൾ. അറബികൾ ചോദിക്കുന്നൊരു സാധനമുണ്ട്, കേഫ് എന്ന് വെച്ചിട്ട് അവരിങ്ങനെ ഇതെങ്ങനെ നീ, എന്നിട്ട് ഇങ്ങനെ നമ്മളെ മുഖത്ത് നോക്കും, ഈ പേപ്പറിലേക്ക് നോക്കും, വീണ്ടും നോക്കും. അന്ന് നമ്മളെ പ്രായം അത്രയും കുറവല്ലേ, 20 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും 20 കൊല്ലം ചെറിയ ആളല്ലേ. ഈ ഒരു പയ്യൻ എങ്ങനെ ഇവിടെ വന്ന് ഈ ബിസിനസ് ഓണറായി. കാരണം ഞാനൊരു ബിസിനസ് തുടങ്ങി ഒരു 4 കൊല്ലം 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തായിരുന്നു അന്നത്തെ മാനദണ്ഡം? അന്ന് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ക്രൈറ്റീരിയ ആയിരുന്നു. നമുക്ക് നാട്ടിൽ ഒരു ഫോറിൻ കമ്പനി വേണം, അത് ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ അന്നത്തെ എന്ന് പറഞ്ഞാൽ 3 കൊല്ലത്തെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും 3 കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വേണ്ടിയിരുന്നു. അപ്പോൾ ഇത് ടാലി ആവണമെങ്കിൽ നിങ്ങൾക്കൊരു ഒറിജിനൽ കമ്പനി ഉണ്ടായിരിക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റ് റിപ്പോർട്ടും ടാലി ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കമ്പനി. ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്പോൺസർ ആ സമയത്തും അറബി തന്നെയല്ലേ? അല്ല, ഞാൻ 100% എൻ്റെ പേരിൽ 20 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനന്ന് ഈ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലോ, സൗദിയിലെ ബിസിനസ് ലോ, കമ്പനി ലോൻ്റെ ഒക്കെ മാക്സിമം കിട്ടാവുന്ന അത്രയും ഡോക്യുമെൻ്റ് ഓൺലൈനിൽ അന്ന് ഡയലപ്പ് വെച്ച് ഡൗൺലോഡ് ചെയ്യണം. നമുക്കൊക്കെ അറിയാൻ പറ്റും. നല്ല ഗൃഹപാഠം നടത്തിയിരിക്കണം. ഞാനൊരു ശരിക്കൊരു 3 മാസം ഇരുന്നിട്ട് ഈ ബുക്കുകൾ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയിട്ടും ബുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടും ഇരുന്നും 2 കോപ്പി ഒന്ന് വീട്ടിലും ഒന്ന് ഓഫീസിലും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ട് ഇരുന്നങ്ങ് പഠിച്ച്. അത് ശരിക്ക് എൻ്റെ ഒരു വാശിയായിരുന്നു. ഞാൻ ഈ സൗദിയിലെ ബിസിനസ് ലോ കംപ്ലീറ്റ് അന്ന് വരെ ഉള്ളത് കംപ്ലീറ്റ് പഠിച്ച് ഒരു 4 മാസം 3 to 4 മന്ത് എടുത്ത് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എഗെയിൻ പോയി. ആ സമയത്ത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഇങ്ങനെ പറ്റൂലായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഇന്ന ബുക്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതെങ്ങനെ നിനക്കറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മൊത്തം വാങ്ങി പഠിച്ചു, കാരണം നിങ്ങൾ പറഞ്ഞിരുന്നില്ല. അതിൽ അയാൾ എന്നെ വിളിച്ച് അയാളെ ക്യാബിനിൽ കൊണ്ടുപോയി ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ്. ശരിക്കും ഞാൻ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ലോ മുഴുവൻ പഠിച്ച ആളാണ്. അല്ലാതെ ഞാൻ ശരിക്കും ലോ പഠിച്ച് സൗദിയിൽ വന്ന ആളല്ല. എൻ്റെ ഒരു നിവൃത്തികേട് കൊണ്ട് എനിക്ക് പഠിക്കേണ്ടി വന്നതാണ്. അതാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അപ്പം അതിൽ തന്നെ ആളുകളുടെ ഒരു ഇപ്പം പോലും ആ ഒരു മുൻവിധി എന്നത് സൗദി എന്ന് പറഞ്ഞാൽ ആ സൗദിയാണ് നാട് എന്ന് പറയുന്നതിൽ സൗദി ഒരിക്കലും നന്നാവില്ല എന്നുള്ളൊരു പിന്നെ ഒരു മനോഭാവവും മുൻവിധിയാണ് മലയാളിയെ എന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പിന്നെ ഒരു മാറ്റങ്ങളുടെ ഒരു വലിയ ഒരു പരമ്പര തന്നെ ഇപ്പോൾ സമീപകാലത്ത് വരുമ്പോൾ. ഞാൻ 96 മറ്റോ ആണ് ആദ്യമായിട്ട് റിയാദിൽ വരുന്നത്. അന്ന് ബത്ത മാർക്കറ്റ് നജീബ് പറഞ്ഞ പോലെ തന്നെ വളരെ മലയാളികളുടെ നിബിഡമായിട്ടുള്ള. പക്ഷേ ഇപ്പം പോകുമ്പോൾ മാറ്റങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, പോസിറ്റീവായ മാറ്റങ്ങളാണ് കൂടുതലും. ആ മാറ്റങ്ങൾ നജീബ് എങ്ങനെയാണ് കാണുന്നത് ഈ 29 കൊല്ലത്തെ ഒരു അനുഭവത്തിലൂടെ? ശരിക്കും സൗദിയിലെ മാറ്റങ്ങൾ കൺമുമ്പിൽ കണ്ട ഒരാളാണ് നമ്മൾ ഈ മൊബൈൽ വന്ന കാലത്ത് വന്ന ജനറേഷനിലുള്ള മാറ്റം പോലെ തന്നെ ഈ സൗദിയുടെ മാറ്റങ്ങൾ നേരിൽ കണ്ട ഒരാളും കൂടെയാണ് ഞാൻ. സൗദിയുടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് മുതൽ മൊത്തത്തിൽ മാറി. സൗദിയിലൊരു മാറ്റത്തിൽ വന്നൊരു മേജർ ചേഞ്ചാണ് ഈ ലേഡീസിന് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പറഞ്ഞൊരു ചരിത്രപരമായ മാറ്റം എന്ന് പറയാവുന്നൊരു കാര്യമാണ്. സൗദി വിഷൻ 2030 ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കാലത്താണ് മേജർ ചേഞ്ചസ് ഉണ്ടായത്. ആ വിഷൻ ശരിക്കൊരു 10-85 പേജിലൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ശരിക്കും സൗദിയിലെ ബിസിനസ്സുകാരൊക്കെ വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൗദി 2000 എന്താവും, 2025 എന്താവും, 30 എന്താവും, 35 എന്താവും എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഫോറിനേഴ്സിനുള്ളത്. ഇപ്പോൾ ആളുകൾ സൗദിയെക്കുറിച്ച് പറയുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു നെഗറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും, അടിക്കടി മാറ്റങ്ങൾ. ആക്ച്വലി അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ ഒരു 20 കൊല്ലമായിട്ടുണ്ട്, 20-25 കൊല്ലമായിട്ടുള്ള നിയമങ്ങളാണ്. ഇതൊന്നും സ്ട്രിക്റ്റ് ആയിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഈസിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് റൂള്, നിങ്ങൾ ദുബായിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ, UAE ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ സൗദിയിൽ വന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയുന്നൊരു സാധനമുണ്ട്,
ഇപ്പം യു എയിലുള്ള അതേ ട്രാഫിക് റൂൾ സൗദിയിലുണ്ട്. പക്ഷേ അത് കെയർലെസ് ആണ്, അത് സ്ട്രിക്റ്റ് അല്ല. അത്രയും ക്യാമറ സിസ്റ്റവും അത്രയും ഫൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സൗദിക്ക് എന്തുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നാളെ രാവിലെ മുതൽ ഈ നിയമം ഒന്നും പാലിക്കാതെ ഒരാൾ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും? അതുകൊണ്ട് അവർ ആദ്യം എന്ത് ചെയ്തു, സ്പീഡിന് ക്യാമറ വെച്ചു. 120 ലിമിറ്റ് ഉള്ളിടത്ത് 120-ലധികം പോയാൽ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ യു ടേൺ അടിക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചു. ഘട്ടം ഘട്ടമായിട്ട് ഇപ്പം ഈ ലൈൻ ചേഞ്ചിങ്ങിന് ക്യാമറ വന്നു. സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് സ്ലോയിൽ പോയാൽ ഫൈൻ കിട്ടൽ തുടങ്ങി. അപ്പോൾ വിഷൻ 2030 എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗരേഖ. ഇത് ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരല്ല, നേരത്തെ എഴുതി വെച്ച നിയമങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കി. അതോടൊപ്പം തന്നെ ഈ വിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഏകീകരിച്ചു, യൂണിഫൈഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഒരു സിംഗിൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കാണാം. ശരിക്കും യു എയിലെ ഈ ലൈസൻസിങ് സിസ്റ്റത്തെക്കാളും നല്ലൊരു സിസ്റ്റമാണ് സൗദിയിലുള്ളത്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവം എന്നൊക്കെ പറയില്ല നമ്മൾ. ഈ മൊബൈൽ ലൈഫിൽ ആദ്യമായിട്ട് മൊബൈൽ ടച്ച് ഫോൺ ഉപയോഗിച്ച ആൾക്കാരാണ് ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാർ. പക്ഷേ അതർ ലോകത്തുള്ള ആൾക്കാർ അങ്ങനെയല്ല. അവരാദ്യം കറക്കി വിളിക്കുന്നതും പിന്നെ ഞെക്കി വിളിക്കുന്നതും, അത് കഴിഞ്ഞ് നോക്കിയേൻ്റെ മൊബൈലും അല്ലെങ്കിൽ കോഡ്ലെസ് ഫോൺ ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് നോക്കിയേൻ്റെ ഫോൺ ഉപയോഗിച്ചു. പക്ഷേ ഈ കാലത്തൊന്നും നമ്മളെ നാട്ടിൽ വളരെ കുറഞ്ഞ സ്ഥലത്തേ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. മെജോറിറ്റി ആൾക്കാരത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവരാദ്യം ഉപയോഗിക്കുന്ന ഏതാണ്? ടച്ച് ഫോണാണ്. ടച്ച് ഫോണായി ഈ ഇൻ്റർനെറ്റ് ഭയങ്കര ചീപ്പായിട്ട് കിട്ടൽ തുടങ്ങി, ഫോണിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ആ ടെക്നോളജി, അവിടുന്ന് അങ്ങോട്ടുള്ള ടെക്നോളജി പെട്ടെന്ന് ആളുകൾ അഡോപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ സൗദിയിൽ നന്നാക്കി തുടങ്ങിയ കാലം മുതൽക്ക് വെച്ച സിസ്റ്റങ്ങളില്ലേ, അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഓക്കെ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കണക്ട് ചെയ്തേക്കുന്ന സിസ്റ്റങ്ങളും ഇപ്പം സക്ക ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ മുതൽക്ക് എല്ലാ സാധനങ്ങളും നമ്മളൊരു 2018 മുതലൊക്കെ 16 മുതലൊക്കെ വാങ്ങിയത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഓടുന്നത് ഈ പഴയ കാലത്തുള്ളത് തന്നെ ആയിരിക്കും, പക്ഷേ പഴയ കാലത്ത് നല്ല സിസ്റ്റമാണ്. പക്ഷെ ഞങ്ങളത് പുതിയ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് വെച്ച് തുടങ്ങിയത്. അപ്പം വരും കാലങ്ങളിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റങ്ങളും അഡ്വാൻസ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ MBS പറഞ്ഞൊരു സാധനമുണ്ട്, ഞങ്ങളുടെ ജനസംഖ്യയിൽ 70% 35 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇനി റോഡിലൊക്കെ ട്രാഫിക് സിഗ്നലിൽ ഉള്ള ചെറിയ സൈൻ ബോർഡുകളിലെ ഡയറക്ഷൻ, ഒന്ന് ഫലസ്തീൻ റോഡ് ഇങ്ങോട്ട്, ഹംറ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിലൊക്കെ QR കോഡ് ഉണ്ട്. ഈ QR കോഡൊന്നും വായിക്കാൻ അറിയാത്ത, റീഡ് ചെയ്യാൻ അറിയാത്ത ഒരു ജനസംഖ്യ ഇനി ഇവിടെ ബിസിനസ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്, ഇനി ഇവിടെ പണിക്ക് വരണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൗദിയിലെ ഓരോ പദ്ധതികളും ചുവടുവെപ്പും ഒക്കെ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം വിഷൻ 2030 കൂടി ഇതിൻ്റെ ഒരു ഘട്ടമാണോ പൂർത്തീകരിക്കാൻ പോകുന്നത്? ശരിക്കും അതിൻ്റെ ഈ 2030 എന്ന് പറഞ്ഞത് ഒരു ഓപ്ഷണൽ സാധനമല്ല, അതൊരു അത്യാവശ്യമാണ്. ഇപ്പോൾ കാർബൺ ഫ്രീ 2050 എന്ന് പറഞ്ഞ ഒരു വേൾഡ് വൈഡ് അംഗീകരിച്ചൊരു കാര്യമുണ്ട്. അത് കാർബൺ ഫ്രീ ആയിരിക്കണം 2050 ആകുമ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും എന്നുള്ളത്. അത് 2060 സൗദിയും സൈൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്ക് ഞങ്ങൾ തമാശക്ക് പറയുന്നൊരു സാധനമുണ്ട്, നല്ല ഫൂലും തമ്മീസൊക്കെ അടിഞ്ഞ് പെട്രോൾ ഊറ്റി വിറ്റ് ഫൂലും തമ്മീസൊക്കെ അടിച്ച് റിലാക്സ് ആയിട്ട് ഗാവയും കുടിച്ചിരുന്നൊരു ജനസമൂഹം ജോലിക്ക് പോയി തുടങ്ങി. അത് വനിതകൾ എന്നുള്ള അതുവരെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം കൂടി വിഭാഗമായിരുന്നു, സജീവമായിട്ട് തൊഴിലിടങ്ങളിലേക്ക് വരികയാണ്. ഈ വനിതകളുടെ കാര്യത്തിൽ സൗദി വനിതകൾ ആണുങ്ങളെക്കാളും എഡ്യൂക്കേഷനിൽ ഭയങ്കര ഹൈ ആണ് അവർ. അതേപോലെ തന്നെ നമ്മൾ ജോലി സാധ്യത പറയുമ്പോൾ നിങ്ങളിപ്പം UAEയിലും മറ്റു രാജ്യങ്ങളിലും ഏതൊരു സ്ഥാപനത്തിൽ പോയാലും എക്സ്പാട്സ് സ്ത്രീകൾ എല്ലായിടങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ സൗദിയിലും ജോലി ചെയ്യാം. ഏതൊരു സ്ത്രീക്കും ആണ് എന്നുള്ളതിന് പെണ്ണ് എന്നുള്ള മെയിൽ ഫീമെയിൽ എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ. അവർക്ക് വിസ കിട്ടും. എനി ജോബ് ആണ് ചെയ്യുന്ന ഏത് ജോലിയും പെണ്ണിനും ചെയ്യാം, ഒരു വ്യത്യാസമില്ല. നേരത്തെ വ്യത്യാസം, സെപ്പറേറ്റ് ഓഫീസ് വേണ്ടിയിരുന്നു, സെപ്പറേറ്റ് കാര്യങ്ങൾ വേണ്ടിയിരുന്നു, ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ നജീബ് നേരത്തെ തന്നെ പറഞ്ഞു, സൗദി എത്ര കണ്ട് ഇനിയിപ്പം മലയാളി ബിസിനസ്സുകാർക്ക് ഉപകരിക്കുന്നൊരു ഇടമാകും എന്ന ചോദ്യം. സൗദി ശരിക്ക് നല്ലൊരു മണ്ണാണ് എക്സ്പാട്സിന് ബിസിനസ് ചെയ്യാൻ, മലയാളികൾക്കും മറ്റാളുകൾക്കും.
ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം, സൗദിയിൽ നേരത്തെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇതിൻ്റെ മുമ്പ് ചെയ്യേണ്ട ഒരു സാധനം ചെയ്തിട്ടില്ല. ഒരു സാധനം മിസ്സായിട്ടുണ്ട് അറിയില്ലേ, നമ്മൾ അപ്ഡേറ്റഡ് അല്ല, ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് അല്ല. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണ്, ഞങ്ങൾക്കേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയൂ, ഞങ്ങൾ ചെയ്താലേ അത് ശരിയാവും, പുറത്തുനിന്ന് വന്നൊരു കമ്പനിക്കൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറയില്ല എന്നൊക്കെ വലുപ്പത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരും മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വരുന്ന കമ്പനികൾ നല്ല നല്ല ജോലികളും നല്ല നല്ല ഓഫർ, ഇപ്പോൾ ഉദാഹരണത്തിന് റെഡ് സീ പ്രൊജക്റ്റ്, ഈ റെഡ് സീ പ്രൊജക്റ്റിൽ എത്ര കമ്പനികൾ നേരത്തെ ഉണ്ടായിരുന്നു, എത്ര കമ്പനികൾക്ക് കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ട് കിട്ടില്ല? അതിന് റീസൺ ഉണ്ട്. ഇവരിപ്പോഴും സിംഗിൾ ഷീറ്റ് A4 കൊട്ടേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. മറ്റ് കമ്പനികൾ അങ്ങനെയല്ല, അവർ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഡാറ്റ ഷീറ്റ് ഉണ്ട്, അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, മാക്സിമം സർട്ടിഫൈഡ് ആൾക്കാരാണുള്ളത്, എല്ലാ സർട്ടിഫിക്കറ്റിനും കോപ്പി വെച്ചിട്ട് ഒരു ഫയലാണ് കൊടുക്കുന്നത്. ഈവൻ ഈ സിംഗിൾ ഷീറ്റ് A4 കൊടുക്കുന്ന ആൾ അവിടെ ക്വാളിഫൈ ചെയ്യുമോ? പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇപ്പോഴും മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് അല്ല. അതിൽ ആരാണ് പ്രിപ്പയർഡ് അല്ലാത്തത്? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരും അവിടുത്തെ ആൾക്കാരും. നേരെ മറിച്ച് പുതുതായിട്ട് സൗദിയിലേക്ക് ബിസിനസ്സിന് വരുന്ന ആൾക്കാർ ഇതിന് പ്രിപ്പയർഡായിട്ടാണ് വരുന്നത്. അവർ സൗദിയെക്കുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. അവർ ബിസിനസ് പഠിക്കാതെ ചെയ്യരുത് എന്നുള്ളൊരു അഡ്വൈസ് മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഫൈനാൻഷ്യലി വയബിൾ ആണോ എന്നുള്ളത് ഏതൊരു രാജ്യത്തെ പോലെയും സൗദി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് ഓടിക്കേറി വരുന്നതിന് പകരം നിങ്ങളെന്താണോ ചെയ്യാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ റെസ്റ്റോറൻ്റാണോ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫിസിക്കൽ ഫൈനാൻഷ്യൽ വയബിലിറ്റി പഠിക്കണം. അത് സ്വന്തം പഠിക്കാൻ അറിയില്ലെങ്കിൽ അതിന് വിവരമുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട്, ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ നേരെ അവർക്ക് നാളെ തന്നെ നിങ്ങൾ 1, 2, 3 ഡോക്യുമെൻ്റ് തരൂ, ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്യാമെന്നല്ല പറയുന്നത്. ഞങ്ങൾ അവരെ ശരിക്കും കേൾക്കും, എന്താണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്, എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കൽ നിങ്ങളിതിൻ്റെ ഫൈനാൻഷ്യൽ വയബിലിറ്റി പഠിച്ചിട്ടുണ്ടോ എന്നാണ്. കാരണം ഇയാൾ പുറത്തുനിന്ന് പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അത് വെറുതെ കളഞ്ഞു പോകുന്നത് കാണാൻ നമുക്കും താല്പര്യമില്ലല്ലോ. ഒരു ബിസിനസ്സുകാരന് ഏത് രീതിയിൽ ഹെൽപ്പ് വേണമെങ്കിലും എനി ടൈം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, ഒരു പൈസക്ക് വേണ്ടി ചെയ്യുന്നത് പണി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അതിലുപരി നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള, കാരണം ഞങ്ങൾ ഇത്രയും കാലമായിട്ട് സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കൺസൾട്ടൻസി ചെയ്യുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർവീസ് അത് തന്നെയാണ്. ഇപ്പം തന്നെ നമുക്കും പല കോളൊക്കെ ഇവിടെ വരുമ്പോൾ UAE-ക്കാരൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന നമ്പർ നജീബിൻ്റെ ആണ്. ഞാൻ പറഞ്ഞാൽ അവരെ വിളിച്ചാൽ മതി. കാരണം ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം ഒരു സത്യസന്ധമായിട്ട് കിട്ടും. ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും അതെ, അത് ചിലപ്പോൾ അത് അരുത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ഒരു സോഷ്യൽ ദൗത്യം. അതാണ് നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് അത് എനിക്ക് ഇനീഷ്യലി കിട്ടുന്നൊരു ചെറിയ ലാഭത്തെ മാറ്റി വെച്ചിട്ട് റിയൽ സാധനം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നൊരു സാധനം. പിന്നെ നമ്മളെപ്പോഴും ഇവരുടെ അടുത്ത് ഫൈനാൻഷ്യൽ പ്രോപ്പർ സ്റ്റഡി ചെയ്യാത്ത ബിസിനസ്സിന് ലൈസൻസ് കൊടുക്കാൻ ഞങ്ങൾ നിൽക്കാറില്ല. നമ്മളവരടുത്ത് അതാദ്യം നിങ്ങൾ ചെയ്യും. 1 ലക്ഷം കളയുന്നതിൻ്റെ മുമ്പ് ഒരു 5000 കളഞ്ഞിട്ടുള്ളൊരു സാധനം ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പോയാൽ മതിയല്ലോ. അല്ലാതെ ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് കളയേണ്ടെന്നുള്ളത്. കാരണം സൗദിയെക്കുറിച്ച് ശരിക്കും പഠിക്കാതെ വരുന്ന ബിസിനസ്സുകൾ മാത്രമാണ് അവിടെ ഫെയിൽ ആവുന്നത്. ഇതിപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ നജീബ് പറഞ്ഞത്. ഒന്ന്, അവിടെ തന്നെയുള്ള പരമ്പരാഗതമായിട്ടുള്ള പല ബിസിനസ്സിൽ ഏർപ്പെട്ട മനുഷ്യരും ഈ പുതിയ കാലത്തെയും സങ്കേതങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. ഒന്ന്. 2, പുറത്തുള്ളവർക്കാണെങ്കിൽ സൗദിയെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. അവർ കേൾക്കുന്ന വാർത്തകൾ വലിയ തോതിൽ സൗദി മാറുന്നു, ഒരുപാട് സാധ്യതകളുണ്ട് നിക്ഷേപ രംഗത്തും അല്ലാതെയും. അപ്പോൾ ഈ 2 കൂട്ടർക്കും ഏറ്റവും ചുരുക്കത്തിൽ അവർ പിന്നെ നൽകേണ്ട പാഠങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് എന്താണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അത് ഇപ്പോൾ സൗദി എന്ന് പറയുന്നത് വലിയ കൺട്രിയാണ്, ഇന്ത്യ പോലെ വലിയ രാജ്യമാണ്. ഈ 30ലധികം ഓപ്പറേഷണൽ എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു രാജ്യത്ത് വന്ന് നിങ്ങൾ ഈ ജിദ്ദ, റിയാദ്, ദമാമ് മാത്രമല്ല സൗദിയിലെ സിറ്റി. ഇപ്പോൾ ജീസാൻ, നെജ്റാൻ അല്ലെങ്കിൽ ബുറൈദ ഒക്കെ പോലത്തെ ചെറിയ സിറ്റിയിൽ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് നിങ്ങൾ ഏത് സിറ്റിയിലാണ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി വയബിൾ ആവുന്നതാണോ? പിന്നെ സൗദി ഗവൺമെൻറ് ആരെയാണ് ഫ്യൂച്ചർ സൗദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അതിൽ ചെറുകിടക്കാരന് ഇടം ഉണ്ടാവുമോ? ചെറുകിടക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം സർവീസ് മേഖല, ചെറുകിടക്കാർക്ക് 1 ലക്ഷം റിയാലിൻ്റെ ഒരു പ്രൊജക്റ്റുമായിട്ട് ധൈര്യമായിട്ട് സൗദിയിലേക്ക് വരാം, ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയൊക്കെ എല്ലാ രാജ്യത്തെ പോലെ തന്നെയും മെയ്ഡ് ഇൻ സൗദി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ അഡീഷൻ എങ്കിലും സൗദിയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് സൗദി നന്നായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളെ പല രാജ്യങ്ങളും. സർവീസ് മേഖലയിലാണ് കൂടുതൽ സാധ്യത. സർവീസ് മേഖലയിലും മാനുഫാക്ചറിങ് മേഖലയിലും
ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലൈക്സ് ലോജിസ്റ്റിക്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ലൈക്ക് ടൂറിസം, മറ്റ് പല മേഖലയിലും നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ട്. തൊഴിൽ മേഖലയിലും അത്ര തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തൊഴിൽ മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇപ്പം എന്താണ് ഹെൽത്ത് കെയർ, ഇതൊക്കെ നേരത്തെ നല്ല ബുദ്ധിമുട്ട്, ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയായിരുന്നു ഈ ലോജിസ്റ്റിക്സിലും ഹെൽത്ത് കെയറിലൊക്കെ. അതിപ്പോൾ ഏതൊരാൾക്കും 100% ഫോറിൻ ഇൻവെസ്റ്റർക്ക് ലൈസൻസ് കിട്ടുന്ന ഒരു മേഖലയാക്കി മാറ്റി. അതും വളരെ എളുപ്പത്തിൽ ലൈസൻസ് കിട്ടുന്നൊരു മേഖലയാക്കി മാറ്റിയത്. നേരത്തെ 10 മില്യൺ ക്യാപിറ്റൽ വേണ്ടിയിരുന്നത് ഇപ്പോൾ എനി ക്യാപിറ്റൽ വാട്ട് യു വാണ്ട്, 1 ലക്ഷം റിയാൽ ക്യാപിറ്റലിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാക്കി മാറ്റി. അപ്പോൾ സാധ്യതകൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിക്കുക തന്നെയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ ഈ ജോലിക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സൗദിയിലേക്ക് വരുന്ന ആളുകൾ 10ാം ക്ലാസ്സും കുസ്തിയുമായിരുന്നു. സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. നിങ്ങൾ എന്ത് പണിക്കാണോ വരുന്നത്, പ്ലംബർ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലോയറോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ പഠിച്ച മേഖല ഏതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വരിക. അത് അതാത് രാജ്യങ്ങളിലെ കോൺസുലേറ്റിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വരിക. കാരണം സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ കാരണം സൗദിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടൊരു സാധനമുണ്ട്, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ പല മേഖലയിലും തിങ്ങി നിറഞ്ഞ് നടക്കുന്നുണ്ടെന്നുള്ളത്. അത് മാക്സിമം മാറ്റാൻ എഞ്ചിനീയറിംഗ് കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഒരു നോർമൽ എംപ്ലോയിക്ക് വരെ അതാത് കമ്പനിയെങ്കിലും സർട്ടിഫൈ ചെയ്യണം ഇയാൾക്ക് ഈ പണി അറിയാമെന്ന്. എൻ്റെ കമ്പനിയിലുള്ളൊരു സാധാരണ നോർമൽ ലേബർക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മളാളുകൾ ചെയ്യുന്ന പണി എന്താ അറിയോ? ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ട 1-2 ഇപ്പോൾ MBA ഒക്കെ കഴിഞ്ഞ പിള്ളേർ പണിക്ക് വന്ന് അവരെ വിസ എടുത്ത് നോക്കിയ സമയത്ത് ലോഡിങ് അൺലോഡിങ്ങാണ്. ഇക്കാമയിലുള്ള പ്രൊഫഷൻ ലോഡിങ് അൺലോഡിങ്ങാണ്. അപ്പോൾ നീ എന്തിനാടാ ഈ വിസയിൽ വന്നത്? അല്ല, അതാവുമ്പം സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാമ്പ് ചെയ്തിട്ടും വിസാന്ന്. വലിയ ഇത് തിരിച്ചല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് MBA സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓക്കെ, ഞാൻ MBA ഡിഗ്രി കഴിഞ്ഞ ആളാണ്, എനിക്ക് ആ പോസ്റ്റിലുള്ള ജോലിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഞാൻ അത് കോൺസുലേറ്റിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റുള്ള ജോബിലേക്ക് പോകുന്നില്ല? ആളുകൾ എളുപ്പവഴി പറഞ്ഞു കൊടുക്കുന്നത് തല തിരിച്ചാണ്. എനിക്ക് തോന്നുന്നത് നാട്ടിൽ നിന്നും കൊണ്ട് വരുന്നവർക്ക് നേരത്തെ സോഷ്യൽ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഒരു ഇത്തരം കാര്യങ്ങളൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അറിയാം. തീർച്ചയായിട്ടും നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. ഞാൻ പല വേദികളിലും പറയാനുള്ള സാധനമാണ്. നിങ്ങൾ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിന് അനുയോജ്യമായ ജോലി സംഘടിപ്പിക്കണം. ഇനി ഓക്കെ, ഇയാളെ കമ്പനിയിൽ ഈ വിസ അവൈലബിൾ ഉള്ളൂ, നിങ്ങൾ ആ വിസയിൽ വന്നോളൂ. പക്ഷേ നിങ്ങൾ പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ പ്രൊഫഷനിലേക്ക് മാറണം. അതിനവിടെ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ വിസ ഉള്ളത് ലോഡിങ് അൺലോഡിങ് എന്നുള്ള വിസയാണ്. ഓക്കെ, ആ വിസയിൽ നിങ്ങൾ വരിക, എന്നിട്ട് വിത്തിൻ 3 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ സൗദിയിലേക്ക് തൊഴിൽ തേടി വരുന്നവരിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും സൗദിയിലേക്ക് തൊഴിൽ തേടി വരുന്ന ആൾക്കാർ, നിങ്ങൾ ഒരു ഫ്രീ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സൗദിയിലില്ല. ഏതെങ്കിലും കമ്പനിയുടെ എല്ലാ മാസവും എല്ലാ ഡേയും എന്ന് പറഞ്ഞ രീതിയിൽ നല്ല മിക്ക ട്രാവൽസുകാരും ഇൻ്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ നിങ്ങൾ പഠിച്ച പണിക്കുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് ഇത്തരം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ ത്രൂ CV അയച്ചിട്ട് പല കമ്പനികളും കമ്പനീൻ്റെ ഡയറക്റ്റ് HR നിങ്ങൾ CV അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഓൺലൈൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് വിസ അയച്ചു കൊടുക്കുന്നുണ്ട് ക്വാളിഫൈഡുള്ള ആളുകൾക്ക്. പിന്നെ ഇനിയുള്ള കാലത്ത് ഈ വർക്ക്, ഞാനിപ്പോൾ എൻ്റെ സീനിയർ ടീമിൻ്റെ അടുത്തൊക്കെ പറയുന്നൊരു സാധനം, ഇനി നമ്മളെ കസ്റ്റമർ നേരത്തെ MBS പറഞ്ഞ പോലെ 35 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. നമ്മളെടുത്ത് പണിയെടുക്കാൻ വരുന്നതും ജെൻസി പിള്ളേരാണ്. നമ്മൾ അവരിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ സ്വഭാവം പഠിക്കുക, അവരിലൊരാളായിട്ട് നമ്മൾ നിന്നിട്ട് ആ രീതിയിൽ ഇനി കമ്പനിയെ വളർത്തുക. പുതിയ തലമുറ ഏത് രീതിയിലാണ് ഇന്നത്തെ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത്, നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സർവീസ് അവർക്ക് എങ്ങനെ വിൽക്കാം, അവരിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളത് ഏത് രീതിയിലാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്. അവർ മൊബൈലിലാണോ ഇരിക്കുന്നത് കൂടുതൽ ടൈം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മൊബൈലിലേക്ക് ആ സാധനം എത്തിക്കണം. ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ കസ്റ്റമർ എനിക്ക് പിടിക്കാൻ പറ്റുക അത് വ്യക്തമായി മനസ്സിലാക്കി ആ പ്ലാറ്റ്ഫോമിൽ അയാളെ മുമ്പിൽ നിങ്ങളെ പ്രൊഡക്റ്റ് കാണിക്കണം. അതേപോലെ ഈ പണിക്ക് വരുന്ന ആളുകളും ഇതേ കാറ്റഗറിയുള്ള ആളുകളാണ്. അവർക്ക് നല്ല അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം, വൈബ് വേണം. അപ്പം നമ്മൾ ഈ വൈബ് ഉണ്ടാക്കി കൊടുത്താലേ ഇന്നത്തെ പിള്ളേരെ പണിക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഒരു ബോസിങ് സിസ്റ്റം ഒന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല. അപ്പോൾ മാറിയ
സാഹചര്യത്തിൽ മാറിയ സൗദിയിൽ ഈ മാറ്റം നമ്മളാദ്യം ഉൾക്കൊള്ളണം. ഇപ്പോൾ പുതിയ തലമുറ ഒരാളെ, ഇപ്പം എൻ്റെ മോള് ഇപ്പോൾ ഒരു സ്ഥലത്ത് പണിക്ക് പോകണമെങ്കിൽ അവൾ ആദ്യം നോക്കുന്ന അവിടെ ഇമ്മീഡിയറ്റ് ബോസ് ആരായിരിക്കുന്ന, ആ ഇമ്മീഡിയറ്റ് ബോസ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ സാലറി അവർക്ക് സെക്കൻഡറി ആയിരിക്കും. തുറന്ന് പറയുകയും ചെയ്യും. 100%. ഇപ്പോൾ പഴയ നമ്മളെ മാതിരി ഒന്നുമല്ല. നമ്മളൊക്കെ പണിയെടുത്ത് തുടങ്ങിയ കാലത്ത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ തലമുറ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഈ അനുഭവങ്ങളില്ലാന്ന് പറഞ്ഞാൽ ആ തലമുറയെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് മിക്ക കമ്പനി. മണ്ടത്തരമാണത്. അങ്ങനെ ഏത് കമ്പനിയാണ് വിജയിച്ച്? ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഐഡിയ 100% പൊളിച്ചെഴുതി. നിങ്ങളെ പ്രൊഡക്റ്റ് വിസിബിലിറ്റി എവിടെയാണ് കൊണ്ടുപോയി ബോർഡ് വെക്കേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് മാറി. ഇപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിന് വിസിബിലിറ്റി, നമ്മൾ ചെയ്യുന്ന സർവീസിന് വിസിബിലിറ്റി, അതേപോലെ തന്നെ ഏത് രാജ്യത്ത് ബിസിനസ് ചെയ്യണം, ആ രാജ്യത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണ്, എന്താണ് ഈ രാജ്യത്തിൻ്റെ വിഷൻ. ഇപ്പം നജീബിന് ഇപ്പം നിരവധി കമ്പനികൾ പല തുറകളിലുള്ള, അതിൽ ടൂറിസം ആയാലും ട്രാവലായാലും എല്ലാ മേഖലകളിലും ഉണ്ട്. ഈ വൈവിധ്യമൊക്കെയും കൊണ്ടു നടക്കാൻ നിലവിലുള്ള സൗദി പിന്നെ ആ ബിസിനസ് പിന്നെ ഒരു ഘടനയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും നമ്മൾ എല്ലാ പണിയും ഞാൻ എടുക്കണം എന്നുള്ള എന്ന് ആ തിങ്കിങ് നമ്മൾ മാറ്റുന്നോ അന്ന് നമുക്ക് വളരാൻ പറ്റും. ഇപ്പം ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഓരോ ബിസിനസ്സിലും അതിൻ്റെ മാനേജേഴ്സും അതിൻ്റെ ടീം, ഞാൻ എംപ്ലോയി എന്ന് പറയാറില്ല, എൻ്റെ ടീം മെമ്പേഴ്സാണ്. ആ ടീമാണ് അത് റൺ ചെയ്യുന്നത്. അവർക്ക് ഞാൻ 100% അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾ ഇൻ ബിറ്റ്വീൻ നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പോവും, അടുത്ത ആൾ വരും. ഇറ്റ്സ് ഓക്കെ. അതെന്താണ്, ഒരു പാർട്ട് ഓഫ് ഗെയിം. പക്ഷേ എല്ലാവരും മോശക്കാരല്ല. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓപ്പണാണ്. നമ്മൾ പഴയ തലമുറയിലുള്ള ഒളിച്ചു വെക്കലോ അങ്ങനത്തെ പറ്റിപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അവർക്ക് പറയാനുള്ള ഒരു മുഖത്തോക്കി പറയും. അത് ഉൾക്കൊള്ളാൻ നമ്മളിപ്പോഴും സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ നജീബിൻ്റെ ബിസിനസ് ഇവിടെ സൗദിയിലുള്ളത്? അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നതിന് ഇത്തരം ബിസിനസ് സംരംഭങ്ങൾ ഇപ്പോഴുണ്ടോ, അതോ അതുകൂടി മുന്നിൽ കാണുന്നുണ്ടോ നജീബ്? തീർച്ചയായും ഞാൻ എൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറഞ്ഞത് ഈ ഫോറിനേഴ്സിന് സൗദിയിലൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് 100% A to Z അവരൊരു തോട്ടം മുതൽ അതൊരു ബിസിനസ് ആക്കി ചെയ്യുന്നവരെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോറിനർ സൗദിയിലേക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് തിങ്ക് ചെയ്ത് വരുന്നത് മുതൽ അതൊരു ഫൈൻ പ്രൊഡക്റ്റായി അവരെ ബിസിനസ് പ്രോപ്പർ ചെയ്യുന്നവരെയുള്ള ആ തോട്ടിനെ ഡെവലപ്പ് ചെയ്തൊരു ബിസിനസ്സാക്കി മാറ്റി അയാൾക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന എല്ലാ സർവീസും അറബ് കൺസൾട്ട് ഹൗസ്, അതായത് ACH എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കമ്പനി ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഞങ്ങൾ ഓഡിറ്റിങ്ങിൽ പ്രോ യൂണിയൻ എന്ന പേരിൽ വളരെ, അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോ യൂണിയൻ സൗദിയിൽ ആദ്യത്തെ സൗദി ഇന്ത്യൻ ഓഡിറ്റ് ഫേമാണ്. അതായത് ഇന്ത്യൻ കമ്പനി ഡയറക്റ്റ്ലി തുടങ്ങിയ ആദ്യത്തെ ഓഡിറ്റ് ഫേമാണ്. ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു നമ്മൾ സൗദിയിൽ തുടങ്ങിയിട്ട്. അതിൽ വളരെ ലീഡിങ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഡിറ്റേഴ്സും സൗദി ഓഡിറ്ററും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ നല്ലൊരു ലോ ഫേം ഡിവിഷനും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഈ 3 ശരിക്കും ഒരു ബിസിനസ്സുകാരന് എല്ലാ രീതിയിലും കണക്ട് ചെയ്യേണ്ട സാധനം. ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ഒരാൾക്ക് ഒരു കമ്പനി രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ വേണം, ഓഡിറ്റ് ഫേം വേണം, ലോ ഫേം വേണം. ഇത് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഞങ്ങൾ ജിദ്ദ, റിയാദ്, ദമാമിൽ ഓഫീസുണ്ട്, ഇപ്പോൾ ദുബായിൽ ഓഫീസുണ്ട്, ഖത്തറിലുണ്ട്, ജോർഡാനിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഓഫീസ് തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ദുബായിൽ നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതലും സൗദി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി രജിസ്ട്രേഷനാണ് ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ UAE വളരെ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യുന്നൊരു ഫേം നമ്മൾക്കുണ്ട്. UAE ഓഡിറ്റിൻ്റെ എല്ലാ വിഷയത്തിലും എന്ത് സംശയം ഉണ്ടെങ്കിലും അതിന് മറുപടി എടുക്കാൻ തക്കതായ ടീമും നമ്മളെ കൂടെ ഉണ്ട്. അതേപോലെ ലോ ഫേമും UAE നമ്മൾ ചെയ്യുന്നുണ്ട്. സൗദിയിൽ മറ്റ് പല ബിസിനസ്സുകളും ലൈക്ക് ഈ ഫയർ ഫൈറ്റിങ്, ഫയർ അലാറം, അതിലൊക്കെ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസിൽ വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പഠിച്ച് അതിൽ നോളജ് മാക്സിമം ഉണ്ടാക്കിയിട്ട് ചെയ്യാനുള്ളൊരു, അതിൻ്റെ നോളജ് മാക്സിമം മാർക്കറ്റ് നോളജ് ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വെറുതെ പേരിനൊരു സാധനം തുടങ്ങി വെക്കുക എന്നുള്ളതിന് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ദുബായിലേക്ക് ഇപ്പോൾ എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ നിഷ്കയുടെ ഫൗണ്ടർ ഡയറക്ടേഴ്സിൽ ഞാനുണ്ട്. അതേപോലെ മറ്റ് പല ചെറിയ ബിസിനസ് മേഖലയിലും വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സുകാരന് വേണ്ട A to Z സാധനങ്ങൾ
സ്പെഷ്യലി ഇൻ സൗദി ആസ് വെൽ ഇൻ ദുബായിലും. ഇതാണ് നമ്മളൊരു മെയിൻ മേഖല. നജീബ്, പിന്നെ ഈ സംസാരം നമ്മളിങ്ങനെ നീണ്ടു പോവാണ്. പക്ഷേ സൗദിയെക്കുറിച്ച്, സൗദിയുടെ മാറ്റങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ മലയാളത്തെക്കുറിച്ച്, മലയാളികളുടെ ഇനിയും മാറേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, മനോഭാവത്തെക്കുറിച്ച്, പുതിയ തലമുറയുടെ അസാധ്യമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കേവലമായിട്ടുള്ളൊരു സംവാദം മാത്രമല്ല, ഇതിലപ്പുറം കുറേ മനുഷ്യർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം കൂടിയായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം. ഈ വൺ സ്റ്റോറി തുടർന്നുകൊണ്ടേയിരിക്കും. നജീബിൻ്റെ സ്ഥാപനങ്ങളും ഇനിയും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഇതിലൊരു കൺക്ലൂഷൻ പറയാനുള്ളത്, സൗദിയിൽ ബിസിനസ് ആർക്കും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ബിസിനസ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ സൗദിയിലേക്ക് വരൂ. എല്ലാ മേഖലയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യുക. അതിന് വേണ്ട എന്ത് ഹെൽപ്പും ഞങ്ങളൊരു സെക്ഷൻ നമ്മൾ ഈ പുതിയ ബിസിനസ്സുകാർക്ക് ഫ്രീ ഹെൽപ്പ് ഡെസ്ക് പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ഫീസും പേ ചെയ്യേണ്ട. ഫീൽ ഫ്രീ ടു കോൾ അസ് എനി ടൈം. അതാണ് നമ്മളെ പോളിസി. അത് നമ്മൾ വെറും വാക്കല്ല, ഞങ്ങളറിയാവുന്ന ആരെടുത്ത് ചോദിച്ചാലും നിങ്ങൾ ഈ ബിസിനസ് സൗദിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു ഫീസും ഇല്ലാതെ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ സൗദിയിൽ വന്ന് 9 കൊല്ലം കൊണ്ട് മക്കയിലെ ആദ്യത്തെ ഇൻവെസ്റ്റർ വിസ സ്വന്തമാക്കിയ നജീബ് തന്നെ വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം അതുമാത്രമല്ല, ഒരു 20-29 കൊല്ലം കൊണ്ട് പരമാവധി കമ്പനികൾ നേടി, അതോടൊപ്പം തന്നെ ആ സൗദിയുടെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ആളുകളിലേക്ക്, ആ മാറ്റങ്ങൾ എത്തിക്കാനും ഒരു വലിയ പാലമായിട്ട് ഇനിയും വളരെ ശക്തമായിട്ട് നജീബ് മുസ്ലിയാരകത്തിന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു.